എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് കക്കിറച്ചി ഫ്രൈ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അങ്ങനെ ടേസ്റ്റി ആയിട്ട് കക്കിറച്ചി ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കക്കിറച്ചി ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കിലോ കക്കിറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ കക്കിറച്ചിയുടെ ഉള്ളിൽ അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ അഴുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിതുവരെ അങ്ങനെ മാറ്റിയിട്ടല്ല കുക്ക് ചെയ്യണത്. അപ്പോൾ ഇതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അഴുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ കക്കിറച്ചി ഏകദേശം ഒരു 4-5 തവണ നമ്മൾ നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്താണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചേക്കാനാണ്. നമുക്ക് കക്കിറച്ചിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കുടംപുളിയുടെ കഷ്ണമാണ്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കിറച്ചിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കക്കിറച്ചിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് കക്കിറച്ചിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഈ കക്കിറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കക്കിറച്ചിയിലെ വെള്ളം നല്ലോണം വറ്റി. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെള്ളം വറ്റിച്ചെടുത്ത കക്കിറച്ചി എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ കുത്തി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. തേങ്ങാക്കൊത്തൊക്കെ നല്ലോണം ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കക്കിറച്ചി കഴിച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ചേർത്തുള്ളൂ. എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ലേശം കുരുമുളക് പൊടി നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്താണ് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കക്കിറച്ചിയിൽ ഉപ്പ് ചേർത്താണ് ചോദിച്ചത്. അപ്പോൾ മസാലയ്ക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലേശം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള കക്കിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇന്ന് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.